ഇത് ബി ജെ പിക്കുള്ളിൽ ഉരുണ്ടുകൂടുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമാണ്, ഒരു പുറത്തുവരലാണ് ഈ ആത്മഹത്യകൾ. ബി ജെ പി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. കാരണം യാതൊരു നിയമപരമായ പരിശോധനയ്ക്കും വിധേയമാകാത്ത RSS എന്ന നിഗൂഢ സംഘടന, ആ സംഘടന ഉൽപ്പാദിപ്പിച്ച, ആ സംഘടന നിർമ്മിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി. അപ്പോൾ RSSൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ബി ജെ പി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി പലയിടത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലുണ്ടായ അനുഭവമാണ് തിരുവനന്തപുരത്തേത്. പക്ഷേ ഇത്തരം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ബി ജെ പിയും RSSും ഒക്കെ പിന്തുടരുന്ന വളരെ വിഷം നിറഞ്ഞ വർഗീയ രാഷ്ട്രീയം, അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇവർ സീറ്റ് കിട്ടാഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്തത്. യഥാർത്ഥത്തിൽ RSSലും ബി ജെ പിയിലും ഉള്ളവർ RSSൻ്റെയും ബി ജെ പിയുടെയും ഈ വർഗീയ വിഷപ്രചരണത്തിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ ആത്മഹത്യ പോലുള്ള ദാരുണമായ സംഭവങ്ങൾ പൊതുപ്രവർത്തകർ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതി ബി ജെ പി പിന്തുടരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരാളും രാഷ്ട്രീയ കാരണങ്ങളാലോ മറ്റു കാരണങ്ങളാലോ ആത്മഹത്യ ചെയ്യുന്നത് ഒരു പ്രശ്നപരിഹാരമല്ല എന്നുള്ള കാര്യവും കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ സ്ഥാനം അല്ലെങ്കിൽ RSS പ്രസ്ഥാനത്തിലെ സ്ഥാനത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. അതിൽ പ്രവർത്തിക്കപ്പെട്ട ഒരാളെ സ്ഥാനത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, RSSൻ്റെ ആത്യന്തിക ലക്ഷ്യം രാജ്യത്തിൻ്റെ സമ്പൂർണമായ അധികാരം ഹിന്ദുരാഷ്ട്രം സ്ഥാപിച്ച് കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന RSSൻ്റെ വിവിധ തലങ്ങളിലുള്ള ചുമതല വഹിക്കുന്ന RSSകാർ അധികാരമോഹികളായിക്കൂടാ, അധികാരമോഹികളല്ല എന്നൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെട്ട് പോകുന്നത്. അത് വാസ്തവമല്ല എന്ന് ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ തെളിയുകയാണ്.